ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വേറെ കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. ആൻഡ് ദാറ്റ് കൺട്രി ഈസ് സിംഗപ്പൂർ. സോ സിംഗപ്പൂർ ആക്ച്വലി എൻ്റെ ഫാമിലി ആരും പോയിട്ടില്ല, ലൈക്ക് അപ്പനും പോയിട്ടില്ല. സോ ഇന്ന് ആദ്യമായിട്ടാണ് എല്ലാവരും പോകുന്നത്. സോ ഞാൻ ജസ്റ്റ് അവിടെ പോയിട്ടുള്ള കാര്യങ്ങളുടെ വ്ളോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് തായ്ലൻഡ് പോയപ്പോൾ ഞാൻ വ്ളോഗ് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് സിംഗപ്പൂർ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തു, കാണുന്നില്ലെങ്കിൽ പിന്നെ ഇതും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ എന്തായാലും ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലാണ്. ഇനി ഒരു 45 മിനിറ്റ്സിൽ ഫ്ലൈറ്റ് കയറാറായി. സോ യാ, ഫ്ലൈറ്റ് കയറി. സോ ആക്ച്വലി ഇവിടെ ഫ്യൂലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ अपनी यात्रा को शीघ्र शुरू करें। आप अपने बड़े बैग्स को ऊपर वाले ओवरहेड बैग और छोटे बैग्स को सामने वाली सीट के नीचे रखें। कृपया अपनी सीट पर बेल्ट जकड़ें और प्रस्थान के लिए आने को खाली रखें। We would love to take off with you at the earliest and help us get going. Please keep your large bags over the zip up and small bags under the seat in front. Please take your seats and keep the aisle free for departure. Thank you. ഇപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ടേക്ക് ഓഫ് ആക്ച്വലി കുറച്ച് നേരം എടുത്തു, പക്ഷേ ഞാൻ ടൈം പാസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് നല്ല സ്പീഡിൽ അത് കാണാൻ പറ്റി. പിന്നെ നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ സ്നാക്സ് കിട്ടി. ഇതൊരു ചിക്കൻ പാപ്രിക്കയുടെ ഒരു സാൻഡ്വിച്ചും നമ്മുടെ മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസാണ് അവർ തന്നത്. സോ സാൻഡ്വിച്ച് അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല 2 എണ്ണം ഉണ്ടായിരുന്നു. ഇതൊരു പുലർച്ചെ സമയമായിരുന്നു കേട്ടോ. എന്തൊരു ഭയങ്കരമായിട്ട് കറുത്ത കുറേ മേഘങ്ങൾ കാണാൻ പറ്റി. പിന്നെ നമ്മൾ ആക്ച്വലി സിംഗപ്പൂർ കുറച്ച് അടുത്തിരുന്നു. ആ ലൈറ്റ്സൊക്കെ കാണുന്നത് ആക്ച്വലി സിംഗപ്പൂരാണ്. സോ ബേസിക്കലി ഇത് സിംഗപ്പൂർ എത്തനേക്കാളും കുറച്ച് നേരം മുമ്പാണ് നമ്മൾ ഈ മേഘങ്ങളൊക്കെ കണ്ടത്. അങ്ങനെ നമ്മൾ സിംഗപ്പൂർ കണ്ടു. നമ്മൾ ആക്ച്വലി സിംഗപ്പൂർ കണ്ടപ്പോൾ രാത്രി നല്ല അടിപൊളിയായിരുന്നു. ഇത് ആക്ച്വലി ഒരു പുലർച്ചെയാണ്. അവിടെ നമുക്ക് സിംഗപ്പൂർ ഫ്ലൈർ കാണായിരുന്നു. താഴെ കുഞ്ഞു റിവർ പോലെയായിട്ട് കുറേ ബോട്ട്സും കാര്യങ്ങളും ആക്കിയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലിറ്റിൽ സിറ്റി ആയിരുന്നു. ആക്ച്വലി ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വ്യൂ നമ്മൾ ഏതൊരു കൺട്രിയിൽ പോകുമ്പോൾ കാണുന്നത്. കാരണം തായ്ലൻഡിൽ പോയപ്പോൾ ഇങ്ങനൊരു വ്യൂ കണ്ടിരുന്നില്ല. പക്ഷേ സിംഗപ്പൂർ ലാൻഡ് ചെയ്യുന്ന കുറച്ച് നേരം മുമ്പ് നമുക്ക് കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളും കാണാനില്ലേ, അതൊക്കെ കാണാൻ പറ്റി. സോ ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലാൻഡിങ്സ്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഹോൾ ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിലെത്തി. സിംഗപ്പൂർ എയർപോർട്ടായ ജുവൽ ചാങ്കിയിൽ ജസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ ഒരു 4:30 ഇപ്പോൾ ഇവിടുത്തെ സിംഗപ്പൂർ സമയം 4:30 കാലത്ത്. സോ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇമിഗ്രേഷനും ബാഗ് എടുക്കാനും ഇതിനൊക്കെ പോവുകയാണല്ലോ. സോ ഇത് ആക്ച്വലി വൺ ഓഫ് ദി ബെസ്റ്റ് എയർപോർട്ട്സ് ആയിട്ടാണ് അവർ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ടെർമിനൽ 2 തന്നെ കണ്ടു. അത്യാവശ്യം രസമൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ ടെർമിനൽ 1 ആ മെയിൻ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ എല്ലാം കഴിഞ്ഞ് അവിടെ പോയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിൽ തന്നെ നമ്മളൊരു സിംഗപ്പൂർ അറൈവൽ കാർഡ് എടുക്കാനാണ് പോയത്. അത് നിങ്ങളും ചിലപ്പോൾ സിംഗപ്പൂരിൽ വരികയാണെങ്കിൽ എടുക്കേണ്ട വരും, മോസ്റ്റ്ലി എടുക്കണം. സോ അതെടുക്കാനാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പോയത്. സോ ഈ എയർപോർട്ട് ആക്ച്വലി ഒരു 695 അവാർഡ്സ് ഇതിന് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ കുറേ പ്രാവശ്യം തന്നെ വേൾഡ്സ് ബെസ്റ്റ് എയർപോർട്ട് എന്നുള്ളൊരു പേരും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാനാണ് നമ്മൾ പോയത്. കാലത്ത് 4:30 ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു കുഞ്ഞൊരു ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ജുവൽ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ പോകാണ്. ജുവലിലേക്കൊരു ട്രെയിനൊക്കെ ഉണ്ട്, ഒരു സ്കൈ ട്രെയിൻ. അതെടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഈ സ്കൈ ട്രെയിൻ ആക്ച്വലി ഓൾ റൗണ്ട് ഈ ഒരു എയർപോർട്ട് നമുക്കിങ്ങനെ അതിൽ പോയി കാണാമെന്നേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. സോ നമ്മൾ 4:30 ആയിട്ടാണ് നമ്മളിങ്ങനെ നടന്ന് പോകുന്നത്. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ടായിരുന്നു. കാരണം ടെർമിനൽ 1 ജുവൽ. നമുക്ക് അവിടേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ആക്ച്വലി ഇത് പിന്നെ പോലെയും കാണാമെന്ന് അപ്പം പറഞ്ഞതായിരുന്നു നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത്. പക്ഷേ എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇത് ടെർമിനൽ 1 നമ്മൾ എത്തിയത്. 4:30 ആയതുകൊണ്ട് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സാഡ്ലി ജുവൽ ക്ലോസ്ഡ് ആയിരുന്നു. കാരണം ഇതിൻ്റെ ടൈമിങ്സ് 10 AM to 10 PM ആണ്. സോ നിങ്ങൾ വരുമ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ടൈമിങ്സ് നോക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഓഫായ ജുവൽ കാണേണ്ടി വന്നത്.
ഇവിടെ നടന്നു. കാരണം എന്താ പറയുക, അവിടെ ആകെ ഇരുട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഒരു എയർപോർട്ടിൽ ഓൾമോസ്റ്റ് എപ്പോഴും എന്ന് വെച്ചാൽ ഫുൾ ഡേയിൽ ഈ ആൾക്കാർ വരുന്നതാണ്, ട്രാവലേഴ്സൊക്കെ. അപ്പം ആക്ച്വലി അത് ഓണായി വെച്ചെങ്കിൽ നല്ലതായിരുന്നു. കാരണം 24 hours ഇവിടെ ആൾക്കാരുണ്ട്. പാസഞ്ചേഴ്സ് ആയാലും ലൈക്ക് വേറെ കൺട്രിയിൽ നിന്ന് ആൾക്കാരായാലും ഇവിടെ ഉണ്ടല്ലോ. സോ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് അത് തുറന്ന് വെക്കുമായിരുന്നു. ബട്ട് അത് ആക്ച്വലി ഓപ്പൺ ആയിട്ടില്ല. കാരണം ഇവിടെ 5:15 ആയിട്ടുള്ളൂ. ആക്ച്വലി അത് ഓപ്പൺ ആക്കി വെക്കാം, ബട്ട് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവാണ്. സോ വീണ്ടും ഈ ഒരു ദൂരം നിന്ന് നടക്കണം. സോ ഞങ്ങൾ വിചാരിച്ചു ഇനി നമ്മൾ തിരിച്ച് റിട്ടേൺ ബാംഗ്ലൂർ പോകുന്ന സമയത്ത് നമുക്ക് ജുവലും കാര്യങ്ങളൊക്കെ കാണാമെന്ന്. പിന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്ത് പോയി. കാരണം നമ്മൾ ഗ്രാബ് വഴിയായിരുന്നു ടാക്സി ബുക്ക് ചെയ്തിരുന്നത്. സോ ആക്ച്വലി നിങ്ങൾക്കും ഗ്രാബ് ഉപയോഗിക്കാം. കാരണം സിംഗപ്പൂർ ആക്ച്വലി കോമൺ ആയിട്ട് ഇവിടെ ഗ്രാബാണ് ഉപയോഗിക്കുന്നത്. സിറ്റി സെൻറ്ററിലാണ് റൂമിങ്, നിങ്ങൾക്ക് അട്രാക്ഷൻസൊക്കെ കാണാൻ നടന്ന് പോകാമെന്നേ ഉള്ളൂ. പക്ഷേ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ റൂമിലേക്ക് കുറച്ച് ദൂരമുണ്ട്. പിന്നെ നടന്നു പോകാൻ എന്തായാലും വയ്യ. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ടാക്സി ബുക്ക് ചെയ്തതാണ്. ആണ് ഇവിടുത്തെ ചൂട് മനസ്സിലായത് കേട്ടോ. സോ ഇപ്പോൾ ഇതുവരെ സൺ ഇങ്ങനെ ഉദിച്ചിട്ടില്ല, കുറച്ച് ഇരുട്ടാണ്, 5:30 സോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ല വെളിച്ചമൊക്കെ വരും. സോ നല്ല ചൂടാണ് ഇവിടെ. റെഡാണ് പക്ഷേ ഓക്കെ. ആക്ച്വലി ഞങ്ങൾ വേറെ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ പറ്റില്ല, എന്തോ കൊള്ളില്ല ആൾക്കാരെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വലിയ ടാക്സി പിന്നെ ബുക്ക് ചെയ്തു. ഇതൊരു വാൻ പോലെയാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ പോകുന്ന വഴി ആക്ച്വലി ഒരു 5:30-6 മണി ആയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇവിടെ സൺറൈസ് ലേറ്റ് ആയിട്ടാണ്, സൺറൈസും സൺസെറ്റും ലേറ്റ് ആയിട്ടാണ്. ഒരു 7 AM സൺറൈസ്, 7 PM സൺസെറ്റ് അങ്ങനെയായിരുന്നു. സോ പോകുന്ന വഴി നമ്മൾ ആക്ച്വലി കുറച്ച് അട്രാക്ഷൻസ് ഒക്കെ പുറത്തുനിന്ന് കണ്ടു. ലൈക്ക് ഈ സിംഗപ്പൂർ ഫ്ലയർ ആകെ ലൈറ്റൊക്കെ ആയിട്ട് നമ്മൾ രാത്രി വ്യൂവിൽ കാണാൻ പറ്റി. പിന്നെ കുറേ ബിൽഡിങ്സ് ലൈറ്റ് ഇട്ടിട്ട്, അതുകൂടാതെ പിന്നെ നമ്മൾ ഗാർഡൻസ് ബൈ ദ ബേയും കണ്ടു. സോ അങ്ങനെ നമ്മൾ പോയി അവസാനം നമ്മൾ ഹോട്ടലിലെത്തി. സോ ആ സമയത്ത് കുറച്ചൊക്കെ വണ്ടികൾ കണ്ടു തുടങ്ങി. സോ നമ്മൾ ഹോട്ടലിലെത്തി. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് വേറെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് കുറച്ചുകൊണ്ട് സിറ്റി സെൻറ്ററിനെ ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ വരുന്ന ഒരാഴ്ച മുമ്പ് ഹോട്ടലിൽ മാറി ബുക്ക് ചെയ്തു. സോ ഇനി ഈ ഹോട്ടലിനകത്ത് പോയിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ ഹോട്ടലെത്തിയപ്പോഴേക്കും ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സൺറൈസ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഹോട്ടലിൻ്റെ പേരെന്ന് പറയുന്നത് ഫുറാമ ഇൻ്റർനാഷണൽ എന്നായിരുന്നു കേട്ടോ. സോ ഇതാണ് ഒരു കുഞ്ഞ് വെൻഡിങ് മെഷീനാണ്. ഇത് നമ്മുടെ റിസപ്ഷൻ്റെ ലോബിയുടെ അകത്ത് ഉള്ളതായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇതായിരുന്നു ലോബി. ഇത് ആക്ച്വലി ഫസ്റ്റ് ഫ്ലോറിലാണ് ലോബി. പിന്നെ ഈ ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഞാൻ ഒരു കുഞ്ഞ് സ്റ്റാർബക്സിൻ്റെ ഒരു കഫേയും കണ്ടുപിടിച്ചു ഗൈസ്. ആക്ച്വലി അതിലിങ്ങനെ $1-2 ഇട്ടാൽ നമുക്ക് സ്റ്റാർബക്സിൻ്റെ പ്രോഡക്ട്സ് കൊണ്ട് തന്നെയുള്ളൊരു കോഫി മെഷീനാണ്. സോ ബേസിക്കലി ഇത് വെച്ച് നമുക്ക് ആക്ച്വലി സ്റ്റാർബക്സിൻ്റെ കോഫി കുടിക്കാം. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു കുട്ടി റൂം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ആക്ച്വലി നമുക്ക് കുഞ്ഞ് റൂമാണ്, എത്ര കാശ് കൊടുത്താലും സിംഗപ്പൂർ അത്യാവശ്യം കുഞ്ഞ് റൂമുകളാണ് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ വേറെ യൂട്യൂബ് വീഡിയോസിലും കണ്ടിട്ടുണ്ട്. സോ ഇവിടെ ജസ്റ്റ് നമുക്ക് 2 ബെഡ്, ഒരു കുഞ്ഞൊരു ടേബിള്, TV, പിന്നെ മെയിനായിട്ട് ഈ ഒരു ബാൽക്കണി അല്ല, ഈ ഒരു വിൻഡോ വ്യൂ ആയിരുന്നു. നമുക്ക് സിംഗപ്പൂർ സിറ്റി രാത്രിയിൽ കാണാൻ പറ്റും. ഫ്ലയറും എല്ലാം ആയിട്ട് കുറേ ബിൽഡിങ്സും ഉണ്ടായിരുന്നു കേട്ടോ. സോ നിങ്ങൾക്ക് വലിയ റൂമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മറീന ബേ സാൻഡ്സിലൊക്കെ ബുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ബാക്കി എല്ലായിടത്തും അത്യാവശ്യം ഒരു മീഡിയം സൈസ് റൂമുകളാണ് നമ്മൾ എത്ര കാശ് കൊടുത്താലും കിട്ടുള്ളൂ. പിന്നെ ഇത് ജസ്റ്റ് നമ്മുടെ വാഷ്റൂം. ഇവിടെ ആക്ച്വലി നമ്മുടെ ഹാൻഡ് ഫ്ലഷ് ഒന്നുമില്ല, നമ്മൾ എല്ലായിടത്തും ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിക്കണം. വാഷ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. നമുക്ക് ഷവർ ഉണ്ടായിരുന്നു, പിന്നെ ബാത്ത് ടബ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഷവറാണ് ഉപയോഗിച്ചത്. ബാത്ത് ടബ് ഞങ്ങളതിന് ഉപയോഗിച്ചിരുന്നില്ല. 1-2 പ്രാവശ്യം മാത്രം ഒരു പൂതിക്ക് നമ്മൾ ഉപയോഗിച്ചെന്നുള്ളൂ. സോ ഇതാണ് നമ്മുടെ റൂം. സോ ഇന്നത്തെ സിംഗപ്പൂർ വ്ളോഗ് ഇത്രയുള്ളൂ. സോ അടുത്ത സിംഗപ്പൂർ വ്ളോഗിൽ കാണാം. ബൈ.